കേരള കോൺഗ്രസ് എംഎൽഎമാർ ഉണ്ടായിരുന്നപ്പോഴാണ് കോതമംഗലത്ത് വലിയ വികസനമുണ്ടായിട്ടുള്ളതെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് പറഞ്ഞു. കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതികൾ പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. TM ജേക്കബ് മുതൽ TU കുരുവിള വരെയുള്ള കേരള കോൺഗ്രസ് എംഎൽഎമാർ കോതമംഗലത്തേക്ക് വികസന പദ്ധതികൾ നേടിയെടുക്കുന്നതിൽ വിജയിച്ചിരുന്നു. ഏത് സർക്കാരിന്റെ കാലത്തും ഇതിൽ മാറ്റമുണ്ടായില്ല. എന്നാൽ മുമ്പ് തുടങ്ങിവെച്ച പദ്ധതികൾ പോലും പൂർത്തീകരിക്കാൻ ഈ 9 വർഷത്തിനുള്ളിൽ കഴിഞ്ഞിട്ടില്ലെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. കോതമംഗലത്ത് കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമരപ്രഖ്യാപന കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അതിൽ മന്ത്രിയുടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ശ്രീ PK ജോസഫ് സാറ് മന്ത്രിയായിരിക്കുന്ന സമയത്തും ഐക്യജനാധിപത്യ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അതിനു മുൻപ് ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഭരിച്ച EK നായനാർ നേതൃത്വം നൽകിയ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ നേതൃത്വം നൽകിയ ഗവൺമെന്റ് കാലത്തും എല്ലാം ഇവിടെ പരമാവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ അതിന് മുഖ്യമായി നേതൃത്വം കൊടുത്തത് മന്ത്രി എന്ന നിലയിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിരന്തരമായി ഇടപെടലുകൾ നടത്തി കേരളത്തിൽ ഏത് പ്രധാന കാര്യം വന്നാലും അത് കോതമംഗലത്തുണ്ടാകണം എന്ന് പറയുന്ന UDF സർക്കാർ തുടങ്ങിവെച്ച വികസന പദ്ധതികൾ പൂർത്തീകരിക്കാത്തതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. മറ്റ് പാർട്ടികളിൽ നിന്ന് കേരള കോൺഗ്രസിൽ ചേർന്നവർക്ക് മുൻ മന്ത്രി TU കുരുവിള മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് AT പൗലോസ് അധ്യക്ഷത വഹിച്ചു. ഷിബു തെക്കുംപുറം, ഷൈസൻ P മാങ്ങഴ, ജോമി തെക്കേക്കര, റോയീസ് കറിയ, CK സത്യൻ, റാണിക്കുട്ടി ജോർജ് അമ്പാട്ട്, ബിജു വെട്ടിക്കുഴ, KM എൽദോസ്, ജോണി പുളിന്തടം, ജോസ് കവളമാക്കൽ, ബിനോയ് ജോസഫ്, VP എൽദോസ്, തോമസ് തെക്കേക്കര, മാമച്ചൻ മങ്ങാട്ട്, ആശ വർഗീസ്, KM ജോർജ്, MP ചന്ദ്രൻ, ലിസി പോൾ, സജി തെക്കേക്കര, ജോസ് തുടുമൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, കോതമംഗലം.